കട്ടക്കലിപ്പിലാണ് പിണറായി വിജയൻ. ഒരു കാലത്ത് പിണറായി കാണുമ്പോൾ വണങ്ങിയിരുന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോൾ പിണറായി കണ്ടാൽ ഒരു മൈൻഡ് പോലും ചെയ്യാറില്ല. ഇന്ന് ഡൽഹിയിലെ കേരള ഹൗസിൽ നടന്ന നാടകീയമായ രംഗങ്ങൾ പിണറായി വിജയന് എത്രത്തോളം ഒരു വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ സമനില തെറ്റിക്കൊണ്ട് എന്തൊക്കെയോ കോപ്രാത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നു. ഇവിടെ ഡൽഹിയിൽ പിണറായി വിജയൻ കേരള ഹൗസിൽ സമനില തെറ്റിക്കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അതായത് കാലെടുക്കുന്നതിന് മുമ്പ് കാറിന്റെ ഡോർ അടയ്ക്കുകയാണോ എന്ന് പിണറായി വിജയൻ ശുഭിതനായി ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് നേരെ ഒരു ഭ്രാന്തനെ പോലെ ചാടിക്കേറുന്ന രംഗങ്ങളാണ് ഇന്നുണ്ടായത്. ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ സുർജിത് ഭവനിലേക്ക് ഇറങ്ങുകയായിരുന്നു പിണറായി. നിങ്ങൾക്ക് ന്യൂസ് വേണമെന്ന് വെച്ചിട്ട് വാതിലടക്കേണ്ടെന്നും പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുമെന്നും നിങ്ങൾ ഇവിടെ ഒരു വടിയും പിടിച്ച് നിൽക്കേണ്ടതില്ല എന്നാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് ശുഭിതമായിട്ടും മാധ്യമങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സമനില തെറ്റിക്കൊണ്ട് പിണറായി വിജയൻ പറയുന്നു. പിണറായി വിജയന്റെ അപ്പത്തെ ആ സമയത്തുള്ള ബോഡിയുടെ ലാംഗ്വേജസും പിണറായി വിജയന്റെ വായിൽ നിന്ന് വന്ന ഭാഷകളെല്ലാം തന്നെ കണ്ടിട്ട് മാധ്യമ പ്രവർത്തകർ വരെ വായും പൊളിച്ച് അന്തം വിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വായിൽ നിന്ന് വരുന്ന തെറിവിളികൾക്ക് ഒരു കൈയും കണക്കും ഉണ്ടാവില്ല. മണിയാശാനെ കടത്തി വെട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത്. കാരണം നികഷ്ടജീവി, കട്ടക്ക് പുറത്ത്, വീട്ടിൽ പോയി ചോദിക്ക്, നീ ആരടാ ചോദിക്കാൻ, അങ്ങനെയൊക്കെ പറയുന്ന ഒരുതരം വിദ്യാഭ്യാസമില്ലാത്തൊരു വ്യക്തിയാണ് പിണറായി വിജയൻ. അങ്ങനെയാണ് 10 വർഷം കേരളം ഭരിച്ച് കുട്ടിച്ചോറാക്കിയത്. ദില്ലിയിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിണറായി വിജയനെ ഈ കമ്മിക്കൂട്ടങ്ങൾ എന്ന രീതിയിൽ കുറെ സഖാക്കന്മാരുണ്ട്, കുറെ ബുദ്ധിജീവികൾ, അവരെടുത്തിട്ട് വറുത്ത് നല്ല ഗ്രിൽഡ് ചിക്കൻ പോലെ ആക്കിയാണ് തിരിച്ച് കേരളത്തിലേക്ക് വിടുന്നത്. അപ്പോൾ അവിടെ നിന്ന് നല്ല കണക്കിന് കിട്ടി. പിണറായി വിജയൻ PK ശ്രീമതിയോടും അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറിനോടൊക്കെ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞത് പോയി പണി നോക്കാനാണ് പിണറായി വിജയനോട് പറഞ്ഞത്. അങ്ങനെ ഒരിടത്തു നിന്നും ഒരു വില പോലും കിട്ടാത്ത രീതിയിലേക്ക് പിണറായി വിജയൻ എത്തുമ്പോൾ മൊത്തത്തിൽ സമനില തെറ്റി, മാനസിക നില തന്നെ തെറ്റി എന്തൊക്കെയോ വിളിച്ച് മാധ്യമങ്ങളോട് പറയുന്നു. പിന്നെ ആകപ്പാടെ ഒന്ന് വിരട്ടി നിർത്താൻ പറ്റുന്നത് കുറെ ഈ ജിൻസി പിള്ളേരായ മാധ്യമങ്ങളോടാണ്. കാരണം അവരാരും തിരിച്ചൊന്നും മാധ്യമപ്രവർത്തകരുടെ പിന്നെ തിരിച്ചൊന്നും പിണറായി വിജയനോടൊന്നും ചോദിക്കില്ല എന്ന് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ ആകപ്പാടെ ഒന്ന് വിരട്ടി നിർത്താൻ പറ്റുന്നത് ഈ ജൻസി മാധ്യമ പ്രവർത്തകരോടാണ്. അഹങ്കാരത്തിന് ഒരു കൈയും കണക്കുമില്ല. അധികാരം പോയിട്ടാണെങ്കിൽ ഒരാൾ പോലും ഇവിടെ വിലയും കൽപ്പിക്കുന്നില്ല. ആകെ CPM ഒരു സംസ്ഥാനം ഭരിക്കുന്നു, അത് കേരളമായിരുന്നു. ഇപ്പോൾ ആ പിടിവള്ളിയും കയ്യിൽ നിന്ന് വിട്ടു. ഇപ്പോൾ സംസ്ഥാനത്ത് ഒരിടത്തും CPMന്റെ ഒരു ഭരണം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് തോറ്റു, എങ്ങനെയാണ് തോറ്റതെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു 2-3 മാസമായിട്ട് പോലും ഇപ്പോഴും CPMന്റെ നേതാക്കന്മാർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗികമായ ഒരു ലെറ്ററോ അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നൊരു ഉത്തരം എത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ 10 വർഷം സമനില തെറ്റി പിണറായി വിജയൻ പെരുമാറിയപ്പോൾ ഞങ്ങൾ പിടിച്ച് പുറത്തു തള്ളി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് അഹങ്കാരത്തിന് ഒരു കൈയും കണക്കുമില്ല. കാരണം CPMലെ നേതാക്കന്മാരെ തന്നെ ചോദിക്കുന്നു, വയസ്സാം കാലത്ത് വീട്ടിലിരുന്നൂടെ, നടക്കാൻ പോലും പറ്റുന്നില്ല, സംസാരിക്കാൻ പോലും വയ്യ, പിന്നെ എന്തിനാണ് പ്രതിപക്ഷത്തിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് വെറുതെ നിയമസഭയിൽ ചെന്ന് ഇരിക്കുന്നത് എന്ന് നേതാക്കൾ തന്നെ ചോദിക്കുന്നുണ്ട്.